ഹലോ, വെൽക്കം ബാക്ക്. ബാൽക്കണി ഒന്ന് പച്ചപ്പും കുറച്ചൊന്ന് ലൈവ്ലിയൊക്കെ ആക്കുന്നതിനോടനുബന്ധിച്ച് ചെടികൾ വാങ്ങിക്കാൻ പോയതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കിയെന്ന് പറയാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാൽക്കണി വാളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇലകളുടെ 2 റോള് ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അത് അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ, വിചാരിച്ചതിലും നീളം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഴിച്ചിട്ട് എവിടെ വേണമെങ്കിലും, അതായത് ഏത് സൈഡിൽ വേണമെങ്കിലും അത് ജോയിൻ ചെയ്ത് നമുക്ക് വാളിൽ വെക്കാം. ഞാൻ തന്നെ അതൊന്ന് ഫിക്സ് ചെയ്യാൻ നോക്കി കേട്ടോ, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് അത് കഴിയുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഞാനത് അവിടെ ഇട്ടു. പിന്നെ നേരെ ചെടിപ്പണിയിലേക്ക് കടന്നു. സാധാരണ ഈ ചട്ടികളിലൊക്കെ വെക്കാൻ ഞാൻ പെറ്റൂണിയാസ് ആണ് കേട്ടോ വാങ്ങിക്കാറ്. പെറ്റൂണിയാസ് ആണെങ്കിൽ പൂക്കൾ കുറച്ച് വലുപ്പവും ഉണ്ടാവും, നല്ല കളർഫുള്ളായിട്ട് തോന്നും ഈ ചട്ടികളിൽ ഇരിക്കുമ്പോൾ. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പൂക്കളിലെ ചെടികളാണ് വാങ്ങിച്ചത്. കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് മെജന്തയുടെ പല പല ഷെയ്ഡ്സിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോഴേക്കും രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർക്കുകയായിരുന്നു ഞാൻ. കാരണം ഇപ്പോൾ 5:30 ആകുമ്പോഴേക്കും വെളിച്ചം പോയി തുടങ്ങും. അങ്ങനെ മുഴുവനായിട്ടും വെളിച്ചം പോകുന്നതിന് മുൻപേ ചെടിപ്പണികൾ കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഇനി ചെയ്യാനുള്ളത് തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി പണിയാണ്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ പാനലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തത്. ഹസ്ബൻഡും കൂടി വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ദിവസം നോക്കിയിട്ടാണ് അത് ചെയ്തത്. ബാൽക്കണിയുടെ ഈ ഒരു പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.